channel. Hello guys. Hello guys, welcome back to my YouTube channel. സോ കുറച്ച് പേർക്കെങ്കിലും എന്നെ കുറച്ചെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. ബിക്കോസ് കുറച്ച് ദിവസമായി ഒരു ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഷോർട്ട് വീഡിയോയും ഞാൻ ഇപ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കറിയാം നിങ്ങൾക്ക് എന്തായാലും എന്നെ കുറച്ചെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. സോ ആ ഒരു മിസ്സിങ് മാറ്റാൻ വേണ്ടിയിട്ട് ഇന്ന് ഞാൻ ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അടിപൊളി വീഡിയോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ ചാനലിൽ കൂടുതലായിട്ടൊന്നും പറയാനില്ല, എന്നാലും നമ്മുടെ ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഒരു ഗിവ് അവേ വെച്ചിട്ടായിരുന്നു. സോ ഇതും ഒരു ഗിവ് അവേ വീഡിയോ ആണ്. മേ ബി നമ്മുടെ ഫോർത്ത് ഓർ ഫിഫ്ത്ത് ഗിവ് അവേ വീഡിയോ ആണ് ഇത്. സോ ഞാൻ എക്സൈറ്റഡ് ആണ്, നിങ്ങൾ എക്സൈറ്റഡ് അല്ലേ വീഡിയോ കാണാൻ വേണ്ടി? പിന്നെ ബിഫോർ ഗെറ്റിംഗ് ടു ദ വീഡിയോ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം, എന്നാലേ നിങ്ങൾക്ക് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ മുൻപത്തെ റൂള് ഞാൻ പറയാം. ഈ വീഡിയോയിൽ നമ്മുടെ കഴിഞ്ഞൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്ന പോലെ തന്നെ ഈ വീഡിയോയിൽ ഞാൻ ഏതോ ഒരു സെക്കൻഡിൽ ഏതോ ഒരു മിനിറ്റിൽ ഞാനൊരു സ്റ്റിക്കർ വെച്ചിട്ടുണ്ട്. സോ ആ സ്റ്റിക്കർ എത്ര സമയത്ത് ഏത് സമയത്ത്, അതായത് എത്ര മിനിറ്റിലാണ് എത്ര സെക്കൻഡിലാണ് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. സോ ഈ വീഡിയോയിൽ ഏതെങ്കിലും ഒരു മിനിറ്റിൽ ഏതെങ്കിലും ഒരു സെക്കൻഡിലായിട്ട് ഞാൻ ഒരു സ്റ്റിക്കർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സ്റ്റിക്കർ ഏത് സമയത്താണ്, അതായത് എത്ര മിനിറ്റിലാണ് എത്ര സെക്കൻഡിലാണെന്ന് നിങ്ങൾ കണ്ടിട്ട് അത് കമൻറ്റ് ചെയ്യണം. അങ്ങനെ കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യുന്ന രണ്ടുപേർക്കാണ് ഗിഫ്റ്റ്. ഓൾസോ നമ്മുടെ ഒരു സപ്പോർട്ടറിനുമാണ് ഗിഫ്റ്റ് ഉള്ളത്. അപ്പം നമ്മൾ ഇപ്രാവശ്യം ഗിവ് അവേ പ്ലാൻ ചെയ്തിട്ടുള്ളത് 3 പേർക്കാണ്. സോ നിങ്ങൾ എക്സൈറ്റഡ് അല്ലേ? എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പറയാൻ പറ്റില്ലല്ലോ ആരായിരിക്കും വിന്നർ എന്ന്. ആൻഡ് വിന്നറിനെ ഞാൻ എന്തായാലും പിക്ക് ചെയ്യാൻ പോകുന്നത് കമന്റ് പിക്കർ യൂസ് ചെയ്തിട്ടായിരിക്കും പിക്ക് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഓൾസോ മറ്റേ വിന്നറിനെ നമ്മൾ കമ്മ്യൂണിറ്റി സ്പോട്ടിലായിട്ട് നോക്കിയിട്ട് ആരാണ് ടോപ്പ് നിൽക്കുന്നത് ആ ഒരാളെയും അതുപോലെ കമന്റ് പിക്കർ യൂസ് ചെയ്തിട്ട് 2 പേരെയാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നിങ്ങൾ ഈ വീഡിയോ എൻ്റെയർ വീഡിയോ കാണുക, എന്നിട്ട് എവിടെയാണ് ആ ഒരു സ്റ്റിക്കർ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നുള്ള കറക്റ്റ് ടൈം എടുത്തിട്ട് കമൻറ്റ് ചെയ്യാം. സോ അതാണ് ഞാൻ പറഞ്ഞത്, ഈ വീഡിയോ മുഴുവനായിട്ട് കാണുന്നവർക്ക് മാത്രമേ ഈ വീഡിയോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഈ വീഡിയോയിൽ എവിടെയാണ് ആ സ്റ്റിക്കർ വരുന്നതെന്ന് പറയാൻ പറ്റില്ല. സോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും ഈ സ്ക്രീനിൻ്റെ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും വരുന്നത്. സോ അത് ഫൗണ്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതായത് നമ്മളുടെ വീഡിയോ കാണാൻ ഇഷ്ടമുള്ളവർ, നമ്മളെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് കുറച്ചെങ്കിലും ഒരു എഫേർട്ട് ഇടുന്നവർക്ക് വേണ്ടിയിട്ടല്ലേ നമ്മൾ ഗിഫ്റ്റ് കൊടുത്തിട്ട് കാര്യമുള്ളൂ. അല്ലാതെ നമ്മളെ വീഡിയോ ജസ്റ്റ് വന്ന് കണ്ടോ ഗിവ് അവേ ആണല്ലോ ചുമ്മാ ഒന്ന് നോക്കിയേക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മാത്രം നോക്കുന്നവർക്ക് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. നമ്മുടെ വീഡിയോ നമ്മളെ ഇഷ്ടപ്പെട്ട് നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കാണുന്ന ആൾക്കാർക്കൊക്കെ ഗിഫ്റ്റ് കൊടുത്തിട്ടല്ലേ കാര്യമുള്ളൂ. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനൊരു സംഭവം ഇടാന്ന് വിചാരിച്ചത്. അപ്പം എൻ്റെ വീഡിയോ എന്തായാലും നിങ്ങൾ കാണുമല്ലോ. സോ കാണുക, വീഡിയോ മുഴുവനായിട്ട് കാണുക, ആ സ്റ്റിക്കർ എവിടെയാണ് വരുന്നതെന്ന് നോക്കുക, കമൻറ്റ് ചെയ്യുക ആൻഡ് വീഡിയോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. പറയാൻ പറ്റില്ല അടുത്ത വിന്നേഴ്സ് നിങ്ങൾ ആരാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ആൻഡ് ഓൾസോ നമ്മൾ ഇത്രയും നാളായിട്ട് ചാനൽ തുടങ്ങിയിട്ട് ഞാനിപ്പോൾ 2 മാസമായി. സോ ഈ 2 മാസത്തിനുള്ളിൽ തന്നെ നമ്മൾ 4 ഗിവ് അവേയോളം ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഗിഫ്റ്റ് കിട്ടിയെന്ന് കുറേ പേര് കമൻ്റ് ഒക്കെ ഇട്ട് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. സോ നമ്മളുടെ ചാനലിൽ ഇനിയും ഗിവ് അവേസ് വരും. പെട്ടെന്ന് റവന്യൂ ഒക്കെ കിട്ടാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക. അതൊക്കെ കഴിയുമ്പോൾ നമുക്ക് വലിയ ഗിവ് അവേസ് ചെയ്യാം. ഇപ്പം കുഞ്ഞു ഗിവ് അവേസ് ആണെങ്കിലും നിങ്ങൾക്ക് അത് സന്തോഷമാണെന്ന് എനിക്ക് മനസ്സിലായി. കുറേ പേര് കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സോ നമുക്ക് ഇനി അധികം സംസാരിക്കുന്നില്ല. ഇപ്പം എന്തായാലും ഗിവ് അവേ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട റൂൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആൻഡ് ഓൾസോ നമ്മുടെ സബ്സ്ക്രൈബർ ആയിരിക്കണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എൻ്റെ സബ്സ്ക്രൈബർ ആയിരിക്കണം. ഓൾസോ ഇപ്പം പറഞ്ഞ പോലെ ഈ സ്റ്റിക്കർ കണ്ടുപിടിച്ച് ടൈം സ്റ്റാമ്പ് കമൻറ്റ് ചെയ്യുക. ആൻഡ് ഓൾസോ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി സ്പോട്ടിലായിട്ട് നോക്കിയിട്ട് ഒരാളെ കൂടി ചൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 3 പേർക്കാണ് ഗിവ് അവേ. സോ എല്ലാവരും ടൈം കളയണ്ട, വേഗം വീഡിയോ കണ്ടോളൂ. ഓൾസോ ടൈമും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, സോ ലെറ്റ്സ് ജംപ് ടു ദ വീഡിയോ. സോ ഇത് മാത്രം അറിഞ്ഞാൽ പോരല്ലോ, എന്തൊക്കെ ഗിഫ്റ്റിലുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് കാണണ്ടേ. എന്നാലേ നിങ്ങൾക്കൊരു ഇത് വരുള്ളൂ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നിങ്ങൾക്ക് എന്തൊക്കെ ഗിഫ്റ്റ് ഉള്ളതെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. സോ
ഇതിലാണ് നിങ്ങൾക്കുള്ള ഗിഫ്റ്റ്സ്. നിങ്ങൾക്ക് 3 പേർക്കുള്ള ഗിഫ്റ്റ്സ് ഞാൻ ഇതിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. ഇത് ഫുള്ള് നിങ്ങൾക്കുള്ള ഗിഫ്റ്റ്സ് ആണ്. നിങ്ങൾ ആരാണ് ആ 3 ഭാഗ്യശാലികൾ എന്ന് അറിയില്ല. സോ ഇത് ഫുള്ള് നിങ്ങൾക്കുള്ള ഗിഫ്റ്റ്സ് ആണ്. സോ നമുക്ക് ഇതിൽ എന്തൊക്കെയാണെന്ന് ഓരോന്നോരോന്നായിട്ട് നോക്കിയാലോ. ഫസ്റ്റ് തന്നെ നമ്മൾ വെക്കുന്നത് ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു മാലയാണ്. കാണുന്നുണ്ടോ എന്ന് അറിഞ്ഞൂടാ. കാണുന്നുണ്ടല്ലോ അല്ലേ? ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മാലയാണ്. ആൻഡ് ഓൾസോ ഇതൊരു മാല. ആൻഡ് ഇതാണ് അടുത്ത മാല. ആൻഡ് ഇതാണ് മൂന്നാമത്തെ ആൾക്കുള്ള മാല. സോ നമ്മൾ ഫസ്റ്റ് വെക്കുന്നത് ഈ 3 ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മാലകളാണ്. ലൈക്ക് നമുക്ക് കോളേജിലേക്കും ഓഫീസിലേക്കൊക്കെ ക്യൂട്ടായിട്ട് ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന നല്ല നല്ല അടിപൊളി മാലകളാണ്. എനിക്ക് ഇങ്ങനത്തെ മാലകൾ ഇഷ്ടമാണ്. ഞാൻ ഈ മാലകൾ ഇൻക്ലൂഡ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റിൽ കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ലൈക്ക് ചേച്ചി ഇട്ടിട്ടുള്ള മാല നല്ല ഭംഗിയുണ്ടല്ലോ, ഈ ലോക്കറ്റ് നല്ല ഭംഗിയുണ്ടല്ലോ, ഇതുപോലത്തെ ലോക്കറ്റുള്ള മാലകളൊക്കെ ഗീവ് അവേയിൽ ആഡ് ചെയ്യുമെന്നൊക്കെ ചോദിച്ചിട്ട് 2-3 പേര് കമന്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ഓർത്തു അങ്ങനത്തെ കുറച്ച് മാലകൾ ആഡ് ചെയ്യാന്ന്. അപ്പം അതുകൊണ്ടാണ് നമുക്ക് 3 വിന്നേഴ്സ് ആണുള്ളത്. സോ ആ 3 വിന്നേഴ്സിനുള്ള മാലകളാണ് ഇത്. നല്ല ഭംഗിയില്ലേ കാണാൻ? ഒരു ക്യൂട്ടായിട്ട് ഞാൻ എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി സെലക്ട് ചെയ്യുമ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ എടുക്കാനാണ് നോക്കാറ്. നമുക്കിനി അടിപൊളി വലിയ സാധനങ്ങളൊക്കെ ഇനിയും നമുക്ക് ആഡ് ആക്കാം, ചെയ്യാം, ഗിവ് അവേസ് ഒക്കെ പ്ലാൻ ചെയ്യാം. പക്ഷെ നിങ്ങൾ റവന്യൂ കിട്ടാൻ വേണ്ടിയിട്ട് എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമുക്കത് കിട്ടി തുടങ്ങി നമുക്ക് വലിയ ഗിവ് അവേസ് ഒക്കെ ഇനിയും ചെയ്യാം. സോ അപ്പോൾ ഇതാണ് ഈ 3 മാലകൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നമ്മുടെ അടുത്ത ഐറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മലാണ്. കമ്മൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുഞ്ഞു ജുംകാസ് വെച്ചിട്ടുള്ള കമ്മലാണ്. കൊള്ളാല്ലേ? നല്ല ക്യൂട്ടായിട്ടുള്ള കമ്മലാണ്. പിന്നെ അടുത്തൊരു കമ്മൽ ഇതാണ്. അടുത്ത എഗെയിൻ ഈ സെയിം മോഡൽ തന്നെ ഒരു കമ്മലിവിടെ. സോ ഈ 3 കമ്മലുകളാണ് ഞാൻ വെക്കുന്നത്. അടുത്തത് നമ്മൾ 3 വിന്നേഴ്സിനുള്ള അടുത്ത കമ്മൽസ് ആണ് ഇതൊക്കെ. നല്ല പ്രിട്ടി ആയിട്ടുള്ള കുഞ്ഞു ക്യൂട്ട് കമ്മൽസ് ആണ് ഇതൊക്കെ. അപ്പം അങ്ങനെ 3 കമ്മൽ വെക്കുന്നുണ്ട്. നമ്മൾ 3 മാല വെച്ചു, 3 കമ്മൽ വെച്ചു. ഇനി നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റീവ് ആയിട്ടുള്ള ക്ലിപ്പുകൾ വെക്കാം. ഈ ഒരു ക്ലിപ്പാണ് അടുത്തത്. ലൈക്ക് കൊള്ളാല്ലേ? പിന്നെ നെക്സ്റ്റ് ക്ലിപ്പ് ഇതാണ്. ക്യൂട്ടായിട്ടുള്ള ക്ലിപ്പുകൾ. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ചൂസ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ക്യൂട്ട് സാധനങ്ങൾ എടുക്കാൻ ഇഷ്ടമാണ്. സോ അടുത്തത് ഇതാണ്. സോ ഈ 3 ക്ലിപ്പുകളാണ് അടുത്തത്. സോ അപ്പോൾ ഇതാണ് അടുത്ത 3 ക്ലിപ്സ്. കൊള്ളാവോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ കമൻറ്റ് ചെയ്യണേ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ കുഞ്ഞു സാധനങ്ങളൊക്കെ വെച്ച് ഗിവ് അവേ ചെയ്യാം. എനിക്കിഷ്ടമാണ് ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പോയിട്ട് ഇങ്ങനെ ഓരോ സാധനങ്ങൾ പിക്ക് ചെയ്യുക. ലൈക്ക് ഇങ്ങനെ ആലോചിച്ചിട്ടോ അവർക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങളായിരിക്കുമോ എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ പിക്ക് ചെയ്ത് എടുക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് ഹെയർ ആക്സസറീസ് തന്നെയാണ്. നമുക്ക് കുറച്ച് ബണ്ണുകൾ നോക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ ഈ ഒരു ബണ്ണാണ് വെക്കുന്നത്. ഇത് നിങ്ങൾ മറ്റേ ഓണത്തിനും അങ്ങനെ ഈ ലൈക്ക് ഫങ്ഷനൊക്കെ വരുമ്പോൾ കെട്ടാൻ പറ്റുന്ന ലൈക്ക് നല്ല രസമാണ് ഇതിങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനത്തെ ഒരു ജാസ്മിൻ ഫ്ലവറിൻ്റെ ഒരു ബണ്ണ് വയ്ക്കുന്നുണ്ട്. പിന്നെ ലൈക്ക് നോർമലായിട്ടുള്ള ഒരു ബണ്ണ് വയ്ക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറൊരു നോർമലായിട്ടുള്ള വേറൊരു 2 ബണ്ണ് വയ്ക്കുന്നുണ്ട്.
സോ ബൺസ് ഇത് 3 ഞാൻ വെക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് ലൈക്ക് ഒരു ഹിമാലയയുടെ ഒരു ലിപ് ബാം വയ്ക്കുന്നുണ്ട്. ഇത് നല്ല ലിപ് ബാമാണ്. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ലിപ് ബാം ഇതാണ്. പക്ഷെ നല്ല രസമാണ്. അപ്പം ഞാൻ ഇതിൻ്റെ ഒരു എല്ലാത്തിനും ചെറിയൊരു ബോട്ടിലാണ് ഞാൻ വെക്കുന്നത്. കാരണം എനിക്കറിയില്ലല്ലോ ഇപ്പോൾ ഇഷ്ടപ്പെടുകയോ ഇല്ലേ എന്നുള്ളതും അറിയില്ലല്ലോ, അവരുടെ സ്കിന്നിനൊന്നും സ്യൂട്ട് ആവുമോ എന്നുള്ളതും അറിയില്ല. പക്ഷെ എനിക്ക് ഉപയോഗിച്ചിട്ട് ഇത് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. ഈ ലിപ്പ് എനിക്ക് ഭയങ്കര പിഗ്മെൻറ്റഡ് ആയിരുന്നു. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് പിന്നെയും കുഴപ്പമില്ലാന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹിമാലയയുടെ ലിപ് ബാം വയ്ക്കുന്നുണ്ട്. പിന്നെ പോൺസിൻ്റെ ഒരു കോൾഡ് ക്രീം വയ്ക്കുന്നുണ്ട്. പോൺസിൻ്റെ ഒരു കോൾഡ് ക്രീമാണിത്. എല്ലാം ചെറിയ ബോട്ടിലാണ് വെക്കുന്നത്. പിന്നെ ഇത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇത് ഒരു അത്തറാണ്, അത്തറിൻ്റെ ചെറിയൊരു ബോട്ടിൽ. അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം വെളിയിലോട്ട് പോകുമ്പോൾ ഇങ്ങനെ റോഡിൽ ഇങ്ങനെ വെക്കുമല്ലോ അത്തർ വിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ സ്മെല്ല് ചെയ്തിട്ട് ഞാൻ ഒരു 1-2 വാങ്ങിച്ചു. അപ്പോൾ അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്മെല്ലാണ് ഇത്. ജാസ്മിൻ ആണെന്ന് തോന്നുന്ന സ്മെല്ല്. പക്ഷെ ഭയങ്കര അടിപൊളി സ്മെല്ലാണ്. ലൈക്ക് നമ്മൾ രാവിലെ ജസ്റ്റ് ഒരു 2 ഇങ്ങനെ ആക്കി പോയി കഴിഞ്ഞാൽ 2 വട്ടം റബ്ബ് ചെയ്ത് പോയി കഴിഞ്ഞാൽ രാത്രി വരെ നിൽക്കും. നല്ലൊരു സ്മെല്ലാണ്. നിങ്ങൾക്ക് ആർക്കാ കിട്ടുന്നത് എനിക്കറിയില്ല. യൂസ് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. എന്നാൽ ഞാൻ പിന്നെ വേറെ മേടിച്ച് തരാം. കൊള്ളാം, നല്ലതാണ്, നല്ല മണമാണ്. നിങ്ങൾ അടിച്ചു പോയാൽ ആരെങ്കിലും ചോദിക്കും നിങ്ങളടുത്ത് ഇത് എവിടെ നിന്നാണ് മേടിച്ചതെന്ന്. അങ്ങനത്തെ ഒരു നല്ല സ്മെല്ലാണേ. പിന്നെ സ്ട്രീക്സിൻ്റെ ഒരു ചെറിയ സെറം വെക്കുന്നുണ്ട്, കുഞ്ഞൊരു സെറം സ്ട്രീക്സിൻ്റെ. ഇത് കൊള്ളാം. ഇത് ഹെയറൊക്കെ ഫ്രിസി ആയിട്ടിരിക്കുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു. പിന്നെ LA18 ഒരു ലിപ്സ്റ്റിക്കും വെക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത പോലത്തെ ഒരു ഷെയ്ഡ് തന്നെയാണ്, ഒരു റെഡ് ഷെയ്ഡ്. LA18 ആണ്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ് വെക്കുന്നുണ്ട് LA18. പിന്നെ നശിച്ചു, പൊട്ടി. പിന്നെ ഒരു നെയിൽ പോളിഷിൻ്റെ ഒരു ഷെയ്ഡ് വെക്കുന്നുണ്ട്. ഒരു നല്ലൊരു ഓറഞ്ച് ഷെയ്ഡാണ്. ഓറഞ്ച് ഒരു ഷെയ്ഡാണ്. ഒരു നെയിൽ പോളിഷും വെക്കുന്നുണ്ട്. പിന്നെ ഒരു ഹെന്ന കോൺ വെക്കുന്നുണ്ട്. ഇത് എന്തിനാ ഞാൻ എടുത്തതെന്ന് അറിയില്ല. പക്ഷെ എനിക്ക് ഹെന്ന എനിക്ക് ഇടാനൊന്നും അറിയില്ല. പക്ഷെ എനിക്കിങ്ങനെ കാക്കറ വരയ്ക്കാൻ നല്ല ഇഷ്ടമാണ്. അപ്പം അങ്ങനെ വരയ്ക്കാൻ ഇഷ്ടമുള്ള ആരെങ്കിലുമൊക്കെയാണ് കിട്ടുന്നെങ്കിൽ ചിലപ്പോൾ നല്ല ഇത് ഇടാൻ അറിയുന്ന ആൾക്കാർക്ക് കിട്ടുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്തു ഒരു ഹെന്ന കോൺ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ തലയിൽ വയ്ക്കുന്ന ടിക് ഇന്ന് എന്താ പറയാന്ന് അറിയില്ല. നമ്മളിവിടെ ടിക് സ്ലൈഡ് എന്നാണ് ഇതിനെ പറയുന്നത്. അതൊരു 2 പാക്കറ്റ് വയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അടുത്തായിട്ട് വെക്കുന്നത് ഒരു ഡോക്ടർ റഷേലിൻ്റെ ഒരു നോസ് സ്ട്രിപ്പാണ്. ഇത് ലൈക്ക് ഈ മൂക്കിൽ ഇങ്ങനെ ഒട്ടിച്ചിട്ട് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വലിച്ചു കളയുന്ന ആ ഒരു നോസ് സ്ട്രിപ്പാണ്. ഇത് നല്ല അടിപൊളിയാണ്. ലൈക്ക് നിങ്ങൾ ഒരു വീക്കിലി വൺസെങ്കിലും ഇങ്ങനത്തെ ഒരു സ്ട്രിപ്പ് ഇട്ടിട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കൊക്കെ മൂക്കിൽ ഭയങ്കര വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ആണ്. അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ട് പോകുന്നുണ്ട്. സോ ഈ ഒരു ഒരെണ്ണം വെച്ചിട്ടുണ്ട്, നോസ് സ്ട്രിപ്പ്. പിന്നെ ഒരു പൊട്ട് വയ്ക്കുന്നുണ്ട്. ലൈക്ക് എൻ്റെ ലൈഫിൽ ഞാൻ ഉപയോഗിക്കാത്ത ഒരേ ഒരു സാധനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊട്ടാണ്. എന്ന് വെച്ചാൽ ഈ പൊട്ട് കാണുമ്പോൾ എനിക്കത് നൊസ്റ്റാൾജിയ എന്ന് പറയാൻ പറ്റില്ല. ഒരു കാര്യം ഇങ്ങനെ ഓർമ്മ വരും. എൻ്റെ അമ്മ എന്നെ എപ്പോഴും വഴക്ക് പറയും, ലൈക്ക് നീ പൊട്ട് വയ്ക്കില്ല, പെങ്കുച്ചായിട്ട് നടക്കുക, പൊട്ട് വെച്ച് നടക്കുക ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ എനിക്ക് പൊട്ട് വയ്ക്കാൻ എനിക്ക് ഇഷ്ടമല്ല. ഐ ഡോണ്ട് നോ വൈ, പക്ഷെ എനിക്ക് പൊട്ട് വയ്ക്കാൻ ഇഷ്ടമല്ല. സോ ഞാൻ ഇങ്ങനത്തെ സംഭവങ്ങൾ ഞാൻ ഉപയോഗിക്കാത്തൊരു സാധനം ഇത് മാത്രമാണ്. സോ ഒരു പൊട്ട് വയ്ക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നന്നായിരിക്കും. ഞാൻ ഒരു പൊട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്. നമ്മുടെ 5ാമത്തെ ഗിവ് അവേ വീഡിയോ ആണെന്ന് തോന്നുന്നു. സോ നമ്മൾ ഇത്ര നാൾ അയച്ച ഗിവ് അവേസ് ഒക്കെ എല്ലാവർക്കും കിട്ടി എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ഇട്ടിട്ടുണ്ട് എല്ലാവരും. അതിനൊക്കെ ഒത്തിരി താങ്ക്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുഞ്ഞു ഗിഫ്റ്റ് ആണെങ്കിൽ പോലും നിങ്ങൾക്കത് തരുന്നതിൽ എനിക്കൊരു സന്തോഷമാണ്. സോ നമ്മൾ നമ്മുടേതായിട്ടുള്ള പൈസയിൽ നിന്നൊക്കെ എടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പം എനിക്കത് ഭയങ്കര ഹാപ്പിനെസ് ആണ്. നിങ്ങൾക്ക് കിട്ടി, ചേച്ചി കിട്ടി എന്നൊക്കെ പറയുമ്പോൾ. പിന്നെ എന്നെ കാണാനാവുമ്പോൾ വീഡിയോ ഇല്ലേ, ഇന്ന് ലൈവ് ഇല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് എനിക്ക് മെസ്സേജ് ഇടുന്നുണ്ട്. ഈവൺ എനിക്ക് മെയിലായാലും വന്നിട്ട്
2-3 പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, ചേച്ചി ഇന്നലെ വീഡിയോ ഇട്ടില്ലല്ലോ, ഷോർട്സ് ഇട്ടില്ലല്ലോ, എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് ഇട്ട് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം, ഭയങ്കര സന്തോഷം. താങ്ക് യു. പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെ വീഡിയോസ് ആണ് കാണാൻ ഇഷ്ടമുള്ളത് എന്നൊന്നും കൂടെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എൻ്റെ അടുത്ത് കുറേ പേര് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമോ, വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഉടനെ ചെയ്യാം. ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് വെച്ചിട്ട് കുറച്ച് വീണ്ടും വയ്യാതായി, പിന്നെ തിരക്കായിപ്പോയി, ബിസി ആയിപ്പോയി. അപ്പോൾ പിന്നെ എനിക്ക് ബർത്ത്ഡേ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ കുറേ പേര് എനിക്ക് ബർത്ത്ഡേ വിഷ്, എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടായിരിക്കും എനിക്ക് ഇത്രയധികം ഒരു ബർത്ത്ഡേ വിഷ് കിട്ടുന്നത്. ലൈക്ക് ഇപ്പം മറ്റേതിപ്പോൾ നമ്മൾ നോർമലി ആകുമ്പോൾ ഇപ്പോൾ കുറച്ച് ഫ്രണ്ട്സ്, കുറച്ച് ഫാമിലി മെമ്പേഴ്സൊക്കെ അത്ര ആൾക്കാരുണ്ടാവുള്ളൂ. പക്ഷെ ഇതെനിക്ക് ഒത്തിരി പേര് എനിക്ക് കമൻസിലൂടെ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു, ഭയങ്കര സന്തോഷമായി. പിന്നെ 1-2 പേര് കറക്റ്റ് 12 മണിയായപ്പോൾ എനിക്ക് മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ഇന്നലെ ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, സ്റ്റേ ബ്ലസ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. അവർക്കൊക്കെ ഒത്തിരി താങ്ക്സ്. വേറെ ഒന്നും പറയാനില്ല. കുറേ സ്നേഹം. ലവ് യു ഓൾ. എനിക്ക് എല്ലാവരും ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ലൈവിൽ വരണം, ഇൻട്രാക്ട് ചെയ്യണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് വരാൻ പറ്റുന്നില്ല. നോക്കട്ടെ, പറ്റുകയാണെങ്കിൽ ഇന്നോ നാളെയോ ആയിട്ട്. ഞാൻ പറയുന്നില്ല, ഞാൻ വരാം. ഞാൻ വരുന്നേക്കാൾ മുൻപ് കമ്മ്യൂണിറ്റി ടാബിൽ എവിടെയെങ്കിലും അറിയിക്കാം വരുന്നുണ്ടെന്ന്. സോ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഓൾസോ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യട്ടെ. ആർക്കാണ് ഗിഫ്റ്റ് കിട്ടാമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങളും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, വീഡിയോ കാണുക, സ്റ്റാമ്പ് കണ്ടുപിടിക്കുക, സ്റ്റിക്കർ കണ്ടുപിടിക്കുക, ടൈം കമൻറ്റ് ചെയ്യുക. സോ എല്ലാവരും വേഗം പാർട്ടിസിപ്പേറ്റ് ചെയ്തോളൂ. അടുത്ത വിന്നർ നിങ്ങളും ആയിരിക്കാം. സോ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. ലവ് യു ഓൾ.